നമ്മുടെ ഷംന ഡോക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണേ. കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം. ഒരു രക്ഷയില്ല. കണ്ട് ഡോക്ടറെ കണ്ണിൽ അങ്ങനെ ഒരു സാധനം അടക്കിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ. ഈ ഒരു ബീച്ചിൽ വന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഹെൽത്തി ആയിട്ട് പറയാൻ പറ്റുന്ന. ബാക്കി കംപ്ലീറ്റ് ജംഗിൾ ഒരു കളി തന്നെയാണ്. നമ്മൾ ബീച്ചിലൊക്കെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഫുൾ അങ്ങ് ജങ്കായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് സ്പോയിലായി പോകും. ഫുള്ള് ജങ്ക് മയോ കേട്ടോ. നേത്രക്കടാപ്പി എന്ന് പറഞ്ഞ ബീച്ചിൽ വന്നാലും ഉണ്ടല്ലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ശരിയാകത്തില്ല. നമ്മളിപ്പോ ആൾക്കാരുടെ പോയി ഇത് കഴിക്കരുത് പറഞ്ഞുണ്ടല്ലോ നല്ല ഇടി കിട്ടും. നല്ല ഇടി കിട്ടുന്ന മാത്രമല്ല കടക്കാരും നമ്മളെ പിടിച്ചിടിക്കും. അതുകൊണ്ട് ആക്ച്വലി ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അതെ അതെ. അത് മാത്രമല്ല ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഒരു സ്നാക്കിംഗ് കൾച്ചർ ഇവിടെ ഒരിടത്ത് പോലും കട്ട് ഫ്രൂട്ട്സ് കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ എവിടെങ്കിലും ഒരു കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ അത് മേടിച്ച് കഴിക്കും. നല്ല അതുപോലെ തന്നെ സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡുകൾ ആയിട്ടില്ല ഒന്നുമില്ല. നമ്മൾ ഈ തായ്ലൻഡ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവിടെ കോക്കനട്ട് വെച്ചിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അറിയാം. അങ്ങനത്തെ ഒന്നുമില്ല. ഐസ്ക്രീംസും ജങ്കും മാത്രമേ ഉള്ളൂ.